ഫസ്റ്റ് ഗിയർ കൊടുത്തു, മുന്നോട്ട് കൊടുത്തു. വളയ്ക്കുമ്പം ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം. കൊടുത്തു ഫസ്റ്റ് ഗിയർ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് എങ്ങനെ ഓടിക്കാം എന്നുള്ളതാണ്. ബുള്ളറ്റ് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ബുള്ളറ്റ് ഓടിക്കാൻ അറിയത്തില്ലാത്തവരും അറിയാവുന്നവരും ഈ വീഡിയോ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ടോ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലാത്തതൊക്കെ ഇതിനൊന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ബുള്ളറ്റ് 350 cc വണ്ടിയെപ്പറ്റി കൂടുതൽ ഞാൻ വർണ്ണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിതിന് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക് എന്തൊക്കെയായാലും നമുക്കിതിൻ്റെ കുറച്ച് ഒന്ന് രണ്ട് പോയിൻറ്റുകളൊക്കെ പറയാം. അപ്പോൾ അത് അറിയത്തില്ലാത്തവരും കാണും, അറിയാവുന്നവരും കാണും. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ പോർഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇത് ക്ലച്ചിൻ്റെയാണ്. ഈ ലിവർ വരുന്നത്, ക്ലച്ച് ലിവർ. ഇതാണ് ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗിയറാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ലിവർ ഇതുപോലെ തന്നെ വലതുവശത്ത് കാണുന്നതാണ് ബ്രേക്കിൻ്റെ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ലിവറാണ് ഇത്. ക്ലച്ച് ലിവർ വലതുവശത്ത് കാണുന്നത് അതുപോലെ തന്നെ. ഇത് പാസ് ലൈറ്റ്. പിന്നെ ഇതാണ് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. ഇത് ഹോണ്, ടേൺ ഇൻഡിക്കേറ്റർ ആ സൈഡിൽ തന്നെ ഉണ്ട്. ഇതാണ് എൻജിൻ സ്വിച്ച്. എൻജിൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ വണ്ടി ന്യൂട്രാണെങ്കിൽ ന്യൂട്രൽ ലൈറ്റ് അവിടെ കത്തി നിൽക്കും. പിന്നെ ഇത് ഒരു ആംബിയർ മീറ്ററാണ്. പിന്നെ ഇതാണ് എൻജിൻ ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്, സെപ്പറേറ്റ് സ്വിച്ച്. ഇത് ഫ്രണ്ട് ബ്രേക്ക് പോലെ ഫ്രണ്ട് മാത്രമേ അതിന് പിടുത്തമുള്ളൂ, ബാക്ക് കോമ്പിനേഷൻ ബ്രേക്കൊന്നും അല്ല. ഏകദേശം ഒരു 10-12 ലിറ്റർ കൊള്ളുന്നൊരു ടാങ്ക് കപ്പാസിറ്റിയാണ്, പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി. ഇപ്പോൾ ഇതൊരു ടൂൾ ബോക്സാണ് ഇടതുവശത്ത് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചതുരത്തിലുള്ള ഒരു ബോക്സാണ്. ഇതിൻ്റെ ബാറ്ററി ബോക്സാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതേ പോർഷൻ പോലെ തന്നെ വലതുവശത്തും കാണാം, ആ രീതിക്ക് പോലെ അതേ ഷേപ്പ്. ഇത് ഈ ഭാഗത്ത് വരുന്ന അതിൻ്റെ എയർ ഫിൽറ്ററാണ് ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പൺ എഞ്ചിനായതുകൊണ്ട് ഇത് പുറമേ ഉള്ളതിൻ്റെ നമുക്ക് ഇതിൻ്റെ കാർബറേറ്ററും കാര്യങ്ങളുമൊക്കെ വെളിയിൽ നിന്ന് കാണാം. ഇത് റേഡിയേറ്റർ ഫാനും ഒന്നും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വണ്ടി ഓട്ടത്തിലാണ് ഇതിൻ്റെ എൻജിൻ കൂളിംഗ് ആകുന്നത്. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കിക്കർ. ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് ഒന്നുമല്ല. ഇത് ബ്രേക്ക് സാധാരണ ഒരു കോമൺ ബ്രേക്ക്, പെഡൽ ബ്രേക്കാണ്. ഇതാണ് ക്രാഷ് ബാരിയർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നല്ല കലിപ്പ് ലുക്കോട് കൂടിയുള്ള ഷോക്ക് ഓഫ്. അപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന ഗിയർ എന്ന് പറഞ്ഞാൽ 5 ഗിയറാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഗിയർ മുന്നോട്ട്, അതിൻ്റെ നേരെ മുകളിലായിട്ട് വന്നിരിക്കുന്നത് ന്യൂട്രാണ്. അതിൻ്റെ നേരെ പിന്നെ വരുന്ന ഗിയറുകളെല്ലാം പുറകോട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഗിയർ വരുന്നത്. അങ്ങനെ 5 ഗിയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. സാധാരണ 100 cc വണ്ടിക്കൊക്കെ 4 ഗിയറൊക്കെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക്. നമുക്ക് ഓഫ് ആക്കാം. അതുപോലെ തന്നെ റിസർവ് ആക്കുമ്പോഴത്തേനും ഇതിങ്ങനെ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ മെയിന് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ റിസർവ്. അപ്പോൾ റിസർവ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ലിറ്റർ സ്റ്റോക്ക് കപ്പാസിറ്റി കാണും. പിന്നെ ഇതാണ് അതിൻ്റെ ചോക്ക്. അപ്പോൾ തണുപ്പ് കാലങ്ങളിലൊക്കെ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാകാൻ പ്രയാസം വരുമ്പോൾ നമുക്ക് ഈ ചോക്ക് വലിച്ചിട്ടാണ് സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ക്ലച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതാണ് ഇതിൻ്റെ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് സ്റ്റാൻഡും ഒരു സെൻറ്റർ സ്റ്റാൻഡും. അപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കിക്കർ അടിക്കുമ്പോഴത്തേനും ചിലപ്പം കിക്കർ റിട്ടേണൊക്കെ ചിലപ്പം വരും. അപ്പോൾ അതൊന്നും കാര്യമാക്കുന്നു. എനിക്ക് ആദ്യം ഏറ്റവും പേടിയുള്ളതായിരുന്നു കിക്കർ റിട്ടേൺ വരുമെന്നുള്ളത്. ന്യൂട്രലായിട്ട് അപ്പോൾ ഗിയർ ഇട്ടിട്ട് നമുക്ക് ഓരോ ഗിയർ ഇട്ടിട്ട് ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടാണ് വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് വെച്ചേക്ക് ഓടും. സെൻറ്റർ സ്റ്റാൻഡ് വെച്ചിട്ട് ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി ഓടുന്നത്. ഫസ്റ്റ് ഗിയറിന് കറക്കുന്നുണ്ടോ? അത് വളരെ സാവധാനത്തിലാണ് കറങ്ങുന്നത്. ഫസ്റ്റ് ഗിയർ മുന്നോട്ട്, അതിൻ്റെ നേരെ ഞാൻ കാലിൽ ഉപ്പൂറ്റി കൊണ്ട് പുറകോട്ട് ചവിട്ടുമ്പോൾ സെക്കൻഡ് ഗിയർ. ഫസ്റ്റ് ഗിയർ നമ്മൾ കാൽപ്പത്തി കൊണ്ട് മുന്നോട്ട് ചവിട്ടും. സെക്കൻഡ് ഗിയർ പുറകോട്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ സ്പീഡ് കൊണ്ട് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി. വീണ്ടും ഞാൻ കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് ചവിട്ടി തേർഡ് ഗിയറിലാണ് ഇപ്പം ഇത് വീല് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫോർത്ത് ഗിയറിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറക്കത്തിന് സ്പീഡ് കൂടിയുണ്ടോ? എഞ്ചിൻ്റെ കറക്കം സെയിമാണ്, പക്ഷേ ആ ഗിയർ ബോക്സ് വഴി കയറി വരുമ്പോഴത്തേന് കറക്കത്തിന് സ്പീഡ് കൂടി. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഉണ്ടോ? അപ്പോൾ ഇത് 5ാമത്തെ ഗിയറിലാണ്. 5ാമത്തെ ഗിയർ. നല്ല വെയിറ്റ് ഉണ്ട്.
ഈ വണ്ടി ബുള്ളറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് വിട്ട് നോക്കിയാൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി കൈ നിൽക്കത്തില്ല, അങ്ങ് പോകും. അങ്ങോട്ട് മറിച്ചിട്ടേക്കണം അല്ലേ. ഇങ്ങനെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് കയറുന്നതായിരിക്കും ഏറ്റവും സേഫ്റ്റി. ഇങ്ങനെ വലതെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കയറുക. അപ്പം വണ്ടി എപ്പോഴും ന്യൂട്രാണെന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വണ്ടി ന്യൂട്രാണെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. ന്യൂട്രലായിട്ട് ഇവിടെ കത്തിക്കിടപ്പുണ്ട്. പിന്നെ ഇതാണ് എൻജിൻ സ്വിച്ച്, എൻജിൻ്റെ ഓൺ ഓഫ് ആകുന്ന സ്വിച്ചാണ്. ഈ കീ ഇതുപോലെ വലത്തോട്ട് തിരിച്ച് ഓണാക്കിയിട്ടാണ് നമ്മൾ ഈ എൻജിൻ സ്വിച്ച് ഓണാക്കുന്നത്. അപ്പോൾ ഇത് ഓണാണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. പിന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ ന്യൂട്രാണെന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ വണ്ടി ന്യൂട്രാണ്. പിന്നെ നമ്മളിപ്പം നമുക്ക് കിക്കർ അടിക്കാം. പഴയ മുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ആംബിയറൊക്കെ നോക്കണത്. അപ്പോൾ ആംബിയറും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതുണ്ട്. ഞാൻ എപ്പം വണ്ടി എടുത്താലെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ബ്രേക്ക് കൂട്ടി പിടിച്ചിട്ടാണ് കിക്കർ അടിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് കിക്കർ ഇങ്ങനെ കയറ്റി വെച്ചോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു, മുന്നോട്ട് കൊടുത്തു ഫസ്റ്റ് ഗിയർ. അപ്പോൾ നമ്മൾ ക്ലച്ച് ചെറുതായിട്ട് അയച്ച് കൊടുത്തുകൊണ്ട് ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുമ്പോഴാണ് വണ്ടി മുന്നോട്ട് മൂവ്. കേട്ടോ, ക്ലച്ച് ഞാൻ ചെറുതായിട്ട് റിലീസ് ചെയ്യുന്നു ഇടതുവശത്ത്. അതുപോലെ തന്നെ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ വണ്ടി കൊണ്ട് മുന്നോട്ട് നീങ്ങും. വലിയ അധികം ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഒന്ന് ക്ലച്ചിൽ നിന്ന് കൈയൊക്കെ തിന്നിപ്പോകാതെ വളരെയേറെ ശ്രദ്ധിച്ചോണം. ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്ട് പെട്ടെന്ന് എടുത്ത് ചാടുകൊണ്ട് ആക്സിലേറ്റർ പയ്യെ നമ്മൾ കൊടുക്കുക. ഫുള്ളൊന്നും ത്രോട്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ നമ്മൾ ഈ വളമൊക്കെ തിരിക്കണമെങ്കിൽ ഇതുപോലെ മണലും ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബുള്ളറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു 40 തൊട്ട് ഒരു 50 കിലോമീറ്റർ ഒരു സ്പീഡിലേക്ക് ഓടിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്നത്. ഒരു 30-40 കിലോമീറ്ററുള്ള സ്പീഡിലേക്കാണ് നമുക്ക് പയ്യെ പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു രസമുള്ള സംഭവം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കേട്ടോ. പയ്യെ വളരെ സാവധാനത്തിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കുടു ആ ഒരു സൗണ്ട് കേട്ട് നല്ല രസമാണ്. പിന്നെ എപ്പോഴും നമ്മൾ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹെൽമറ്റ് ധരിച്ചിരിക്കണം. പിന്നെ ഇതിന് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോഴേ നമ്മൾ 2 ബ്രേക്ക് കൂടെ ഫ്രണ്ട് ബ്രേക്ക് കൂടെ കൂട്ടി പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് കൂടെ കൂട്ടി പിടിച്ച് പയ്യെ ആദ്യം നമ്മൾ ബാക്ക് ബ്രേക്ക് നമ്മൾ ഫുട് ബ്രേക്ക് ചവിട്ടിയിട്ട് പയ്യെ സ്ലോ ആകുമ്പോഴത്തേനും ഫ്രണ്ട് ബ്രേക്ക് കൂടെ കൂട്ടി പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ റോഡിൻ്റെ എന്തെങ്കിലും ഗ്രിപ്പിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തെന്നാതെ വരും. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു. വളവ് തിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഡൗൺ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളവ് തിരിയുമ്പോൾ തീർച്ചയായിട്ടും വണ്ടി ഡൗൺ ചെയ്ത് നമ്മൾ ഓടിക്കണം. അതുപോലെ നമ്മൾ കാല് നല്ല ചെരുപ്പിടണം. ചെരുപ്പ് ഒരു കാരണവശാലും ചെരുപ്പിൽ വഴുക്കലോ തെന്നലോ ഒന്നും കാണരുത്, വെള്ളം പറ്റി ചേർപ്പോൾ. ഈ ബുള്ളറ്റിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഈ കാലേ നമ്മൾ വണ്ടി നിൽക്കുന്നില്ല, സ്ലിപ്പായി പോകും. ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട്. കണ്ടോ, ഹമ്പ് വന്നപ്പോൾ ഞാൻ ഗിയർ ഡൗൺ ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലാക്കിയായിരുന്നു. വണ്ടി ഞാൻ സെക്കൻഡിൽ കൊടുത്തു, സെക്കൻഡാക്കി. പിന്നെ വളരെ സിമ്പിളായിട്ട് ബുള്ളറ്റ് ഓടിക്കാൻ പറ്റും ആർക്കും. ഓടിക്കുക പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ പേടി മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സാധാരണ ബൈക്ക് ഓടിക്കുന്നവരെ ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട്, അതൊരു പ്രശ്നമാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടി ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്, അതുകൊണ്ട് നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ കാല് കുത്തുമ്പോൾ സ്ട്രോങ് ആയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മണൽത്തരിയൊക്കെ ഉള്ളവർക്ക് നമ്മൾ വണ്ടിയോടെ നിർത്തുമ്പോൾ കാല് കുത്തുമ്പോൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ചെരുപ്പ് തിന്നുന്നവർ തന്നെ നമ്മുടെ അടിക്കാല് സ്ലിപ്പാവും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടോണം. സൈഡ് സ്റ്റാൻഡ് ഇട്ടേച്ചാൽ കാല് ഇടത്തോട്ട് കുത്തുക. അപ്പം മാക്സിമം നമ്മളെ വണ്ടി എപ്പോഴും ഇടത്തോട്ട് ചെരിച്ച് ഇറങ്ങാൻ നോക്കണം. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്നതാണ് ഏറ്റവും സേഫ്. ഞാനങ്ങനെ ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് ആഞ്ഞ് കറങ്ങി ഉരുണ്ടൊക്കെ പോകാതിരിക്കും. ബുള്ളറ്റിന് ഫോർവേഡ് ഗിയർ, മുന്നോട്ടുള്ള ഗിയറുകൾ 5 ഗിയറുകളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ മുന്നോട്ടാണ്, ഏറ്റവും മുന്നിലാണ് ഫസ്റ്റ് ഗിയർ. മുന്നോട്ട് നമ്മുടെ കാലിൻ്റെ 10 കൊണ്ട് മുന്നോട്ട് ഫസ്റ്റ് ഗിയർ ഇടും. അതിൻ്റെ തൊട്ട് മുകളിലാണ് ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രലിൻ്റെ സെക്കൻഡിൻ്റെയും ഫസ്റ്റിൻ്റെ ഇടയ്ക്കാണ് ന്യൂട്രൽ വരുന്നത്. ബാക്കി ഗിയറുകളെല്ലാം പുറകോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു കയറ്റമാണ് ഇപ്പോൾ വരുമ്പോൾ. കയറ്റം വന്നപ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്യുക. കയറ്റം കയറി പോകും, ടോപ്പ് കയറ്റം കയറി പോകുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡൗൺ ചെയ്തു. ഓരോ ഗിയർ പുറകോട്ട് നമുക്ക് കൊണ്ടുവരാം. ഡൗൺ ചെയ്തു. പിന്നെ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻജിൻ പവറിന് 350 cc എൻജിനാണ്. 350 cc 500 cc എൻജിനൊക്കെ ഉള്ള വണ്ടികളുണ്ട്. പക്ഷേ ആ എൻജിൻ പവറിനകത്ത് ഒരു ബ്രേക്ക് കണ്ടീഷൻ ഈ വണ്ടിക്ക് ഇല്ല. ഇപ്പോൾ പറയുന്ന വണ്ടി ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയൊക്കെ ഉണ്ട്, എങ്കിലും അതൊരു പോരായിയായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ സാധാരണ എല്ലാവരും ഈ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെല്ലാം വലിയ ഓവർ സ്പീഡല്ല പോകുന്നത്. നോർമലായിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാവരും ഓട്ടി അതിൻ്റെ കണ്ടീഷൻ അറിയാവുന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ തിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഗിയർ വേണം.
ഫസ്റ്റ് ഗിയർ ആണോ എന്നുള്ളത് നോക്കണം, നമ്മൾ ഉറപ്പ് വരുത്തണം. ന്യൂട്ര ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് ഇത് പയ്യെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചാർജ് ഇടതുകാല് കുത്തണം. ഒരു വണ്ടി വന്നില്ല, വണ്ടി ഒന്ന് പൊക്കോട്ടെ. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് പിടിച്ചിരിക്കുകയാണ്. ഇനി ക്ലച്ചിൽ നിന്ന് പയ്യെ കൈ അയക്കുവാണ്, ആക്സിലേറ്റർ കൊടുത്തോണ്ടോ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്തു, സെക്കൻഡ് ഗിയറാക്കി, തേർഡ് ഗിയറാക്കി. ഹായ്. ഇപ്പോൾ ബ്രിട്ടനാണ് ഈ ബുള്ളറ്റിൻ്റെ ജന്മദേശം. 1932 ബ്രിട്ടനിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ബുള്ളറ്റ് രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ ബുള്ളറ്റ് എന്ന ഈ വാഹനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1851 ഇംഗ്ലണ്ടിലെ റിഡിച്ചിൽ ജോർജ് ടൗൺസെൻഡ് എന്നയാൾ തയ്യൽ സൂചി നിർമ്മിക്കാനായിട്ട് ഒരു കമ്പനി ആരംഭിച്ചു. 1882 കമ്പനി സൈക്കിളിൻ്റെ പാർട്സുകളാണ് നിർമ്മിക്കാൻ ആരംഭിച്ചു. 1886 സ്വന്തമായിട്ട് സൈക്കിള് നിർമ്മിക്കുകയാണ് ഈ കമ്പനി. അതിനുശേഷം 1896 ദ ന്യൂ എൻഫീൽഡ് സൈക്കിൾ കമ്പനി ലിമിറ്റഡ് എന്നീ ഈ കമ്പനിയുടെ പേരങ്ങ് മാറ്റി. അപ്പോൾ ആദ്യമായിട്ട് തയ്യൽ സൂചിക്കുള്ള കമ്പനിയായിരുന്നു. പിന്നീട് സൈക്കിളിൻ്റെ പാർട്സുകൾ നിർമ്മിച്ചു, പിന്നെ സൈക്കിൾ സ്വന്തമായിട്ട് നിർമ്മിച്ചു. 1901 ആദ്യമായിട്ട് എൻജിൻ ഘടിപ്പിച്ച ഒരു സൈക്കിള് പുറത്തിറക്കിയത്. അതിന് മുന്നേ എല്ലാം സൈക്കിളായിരുന്നു. അപ്പോൾ 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ആർമിക്ക് വേണ്ടി ഈ കമ്പനി ഒരു 770 cc എൻജിൻ വെച്ചൊരു വണ്ടി നിർമ്മിച്ചു. അത് അതിൻ്റെ മോഡൽ നമ്പർ 180. അതൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാവുന്നതാണ്. 770 cc ഉള്ള എൻജിനാണ് അതിൽ ഉണ്ടായിരുന്നത്. 180 എന്നൊരു മോഡലാണ് അന്ന് ഈ കമ്പനി ഇറക്കിയത്. 1924 നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട മോഡലായ 350 cc ഈ ഒരു ഷേപ്പൊക്കെ വരുന്നൊരു വണ്ടി ഇറക്കിയത്. അതിൻ്റെ മോഡൽ നമ്പർ 351 എന്നായിരുന്നു. 1932 ബുള്ളറ്റ് എന്ന പേരിൽ ഈ മോട്ടോർ സൈക്കിൾ ഇറക്കാൻ തുടങ്ങിയത്. 250 cc, 350, 500 cc അതിൻ്റെ എൻജിൻ പവർ വന്നിരുന്നത്. ഇപ്പോൾ ഈ ബുള്ളറ്റ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ തന്നെ എല്ലാ വണ്ടിക്കുള്ള ഈ ന്യൂട്രാൻ വേണ്ടി ഒരു പാടാണ്. അതിന് നമ്മൾ ഫസ്റ്റിലോട്ട് വണ്ടി ഇട്ടിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് മുകളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിക്കോളും. മിക്കവാറുള്ള വണ്ടിക്ക് കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് എൻജിൻ ഓഫാക്കണമെങ്കിൽ നമുക്ക് അത് ഈ സ്വിച്ച് വേണമെങ്കിൽ ഞെക്കി ഓഫാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ എൻജിൻ സ്വിച്ച് ഓണാക്കാം. മറ്റേ റെഡ് സ്വിച്ച് ഒരു ബൈപ്പാസ് ഓഫാകുന്ന സ്വിച്ചാണ്. ഇത് ബൈപ്പാസ് ആയിട്ട് പെട്ടെന്നൊക്കെ ഓഫാക്കണമെങ്കിൽ ഉള്ള സ്വിച്ചാണത്. അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഈ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചങ്ങ് കാല് കുത്തി ഇറങ്ങുകയാണെങ്കിൽ വണ്ടി തെന്നാതെ നമ്മൾ കാലൊക്കെ തെന്നിയാലും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ സെൻട്രൽ സ്റ്റാൻഡ് നമ്മൾ ഇട്ടിട്ട് ഇറങ്ങണം. അതായിരിക്കും കുറച്ച് വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ കൈ വണ്ടി നിൽക്കത്തില്ല. ഇനി ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇതുപോലെ സ്റ്റാൻഡേ വെച്ചിട്ട് പോകുമ്പോഴത്തേനും ഒരിക്കലും ചെളിയുള്ളിടത്ത് ചതുപ്പുള്ളിടത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകരുത്. നമ്മൾ വരുമ്പോൾ വണ്ടി മറിഞ്ഞ് കിടക്കും. ഇത്രയും വെയിറ്റുള്ള വണ്ടി സ്റ്റാൻഡേ നിൽക്കത്തില്ല. ആ സ്റ്റാൻഡ് അവിടെ കുഴിഞ്ഞു പോയിട്ട് വണ്ടി മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും കൊണ്ട് സ്റ്റാൻഡേ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ഥലം എങ്ങനെയുള്ള ഉറപ്പുള്ള സ്ഥലമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് ഹെവി വാഹനങ്ങളുടെ വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നൊക്കെ ഉണ്ട്, പക്ഷേ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ തീരെ കുറവാണ്. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വിടണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലോറിക്കാരൻ 2 എന്ന പേരിലൊരു പേജുണ്ട്. അപ്പോൾ അതിലും കുറച്ച് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കയറി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരും നമുക്കൊരു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.